മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ വീണ്ടും അതിവേഗത്തിൽ തുടരുകയാണ്. ഇസ്രയേൽ നടത്തിയ പുതിയ വ്യോമാക്രമണം ഇറാന്റെ ഒരു നിർണായക സൈനിക ബഹിരാകാശ ഘടകത്തെ ലക്ഷ്യമിട്ടതോടെ പ്രദേശം മുഴുവൻ യുദ്ധാന്തരീക്ഷത്തിൽ തുടരുകയാണ്. ലോകരാജ്യങ്ങൾ ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇസ്രയേലിന്റെയും ഇറാന്റെയും പ്രതികരണങ്ങളും നമുക്ക് നോക്കാം. ഇസ്രയേൽ നടത്തിയ പുതിയ വ്യോമാക്രമണം സാധാരണ ഒരു സ്ട്രൈക്കല്ല. ലക്ഷ്യമിട്ടത് ഇറാന്റെ ബഹിരാകാശ ഉപകരണ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ്. ഈ ഘടകം നശിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇറാന്റെ ദീർഘദൂര മിസൈൽ ഗൈഡൻസ് ബുദ്ധിമുട്ടിലാകും. നിരീക്ഷണവും സ്പൈയിങ് ശേഷിയും ബാധിക്കും. സൈനിക കമാൻഡിംഗ് കൺട്രോൾ സിസ്റ്റം വളരെ സ്ലോ ആയിട്ട് മാറും. അതായത് ഇസ്രയേൽ നേരിട്ട് ഇറാന്റെ ഫ്യൂച്ചർ ടെക്നോളജി ബാക്ക്ബോൺ ആണ് ചെയ്തത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സ് ആണ് ഇതിനെ ഉപയോഗിച്ചത്. സ്റ്റെൽത്ത് മോഡ് ഉപയോഗിച്ചതിനാൽ ഇറാന്റെ റഡാർ സിസ്റ്റംസ് സ്ട്രൈക്ക് വരുന്നതുവരെ ആൾമോസ്റ്റ് ബ്ലൈൻഡ് ആയിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നൽകിയ ഒഫീഷ്യൽ പ്രസ്താവന ഒരു സാധാരണ മുന്നറിയിപ്പായി കണക്കാക്കാൻ കഴിയില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു, ഇത് വലിയ തെറ്റാണ്, ഞങ്ങളുടെ ശക്തിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്, ശരിയായ സമയത്ത് കഠിനമായ മറുപടി ലഭിക്കും. ഇറാന്റെ പ്രതികരണം സീരിയസ് ആണെന്നതിന് കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ഇരു രാജ്യങ്ങളും പരസ്പരം ചെറിയ സൈബർ അറ്റാക്കുകൾ നടത്തി വരികയായിരുന്നു. അതായത് ഏത് സെക്കൻഡിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അമേരിക്ക ഈ സംഭവത്തെ ഹൈലി സെൻസിറ്റീവായിട്ടാണ് പറയുന്നത്. US, സൗദി അറേബ്യ, UAE എന്നിവ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിൽ US നേവി പെട്രോൾ ഇരട്ടിയാക്കി. ഓയിൽ മാർക്കറ്റിൽ എണ്ണവില ഉയർന്നു. കാരണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ടായാൽ പെട്രോൾ വില ലോകത്ത് തന്നെ ഉയരും. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്ട്രൈക്ക് വളരെ ക്രിട്ടിക്കലായ ഒന്നാണ്. അടുത്ത 7 മുതൽ 10 ദിവസം വരെ സംഭവിക്കാൻ പോകുന്നത് ഇവയൊക്കെയാണ്. ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കില്ല. പക്ഷേ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി ചെറിയ അറ്റാക്കുകൾ ഉണ്ടാകും. പൂർണ്ണ യുദ്ധം തുടങ്ങാൻ US അനുവദിക്കില്ല. കാരണം ഗ്ലോബൽ എക്കണോമി ക്ലാഷ് ആകും. ഇനി ഓയിൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇനി ഏത് ദിശയിലേക്ക് പോകും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല.